സ്കൂൾ പഠനകാലത്തെ പ്രണയം, പിന്നീട് വീട്ടുകാരുടെ എതിർപ്പിനെ തുടർന്ന് മറ്റൊരു വിവാഹം, അതിനുശേഷം ബാല്യകാല സുഹൃത്തുമൊത്തുള്ള വഴിവിട്ട ജീവിതം, ഒടുവിൽ ദുരൂഹമായ കൊലപാതകം. അവിഹിത ബന്ധങ്ങളും ആത്മഹത്യയും കൊലപാതകവും ഒന്നും നമ്മുടെ നാട്ടിലത്ര പുതുമയുള്ള കാര്യമല്ല അല്ലേ? പത്തനംതിട്ട കോട്ടങ്ങലിലെ ടിഞ്ചു എന്ന യുവതിയെ കൊലപ്പെടുത്തിയ കേസിലും ഇങ്ങനെ കുറേ കഥകൾ പറയാനുണ്ട്. ചതിയുടെയും വഞ്ചനയുടെയും വേട്ടയാടലിൻ്റെയും കഥകൾ. ടിഞ്ചുവിനെ കൊന്ന കേസിൽ പോലീസ് ആദ്യം പ്രതിയാക്കിയത് കാമുകനെയാണ്. അന്വേഷണ സംഘം അയാളെ കുറേ വേട്ടയാടി. പിന്നീട് ക്രൈംബ്രാഞ്ച് എത്തിയതോടെ കേസിൽ വഴിത്തിരിവുണ്ടാകുന്നു. ഒടുവിൽ തടിക്കച്ചവടക്കാരനായ പ്രതി നസീർ പിടിയിലാകുന്നു. ഏറെ പ്രമാദമായ ടിഞ്ചു കൊലക്കേസിൽ നസീർ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയ ദിവസമാണിത്. 6 വർഷം മുൻപ് അന്ന് ആ വീട്ടിൽ എന്താണ് സംഭവിച്ചത്? കേസന്വേഷണത്തിൽ എവിടെയാണ് വീഴ്ച ഉണ്ടായത്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. പത്തനംതിട്ട കോട്ടങ്ങൽ സ്വദേശിനി ടിഞ്ചുവിനെ കൊലപ്പെടുത്തിയ കേസ് ഏറെ കോളിളക്കം സൃഷ്ടിച്ചതാണ്. പരസ്പരം ഇഷ്ടപ്പെട്ടവർ തമ്മിൽ ഒന്നിച്ച് ജീവിക്കാനുള്ള തീരുമാനം ഒടുവിൽ ദുരന്തത്തിൽ കലാശിച്ച സംഭവവും, ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ ഒരു ചെറുപ്പക്കാരനെ പോലീസ് വേട്ടയാടിയതുമുൾപ്പെടെ ഉള്ളുലയ്ക്കുന്ന കഥകൾ കുറേ പറയാനുണ്ട്. 2019 നടന്ന കൊലപാതക കേസിൽ പങ്കാളി ടിജിനെ പ്രതിയെന്ന് സംശയിച്ച് ക്രൂരമായി തല്ലിച്ചതച്ച പെരുമ്പട്ടി പോലീസിൻ്റെ നടപടി വിവാദമായതാണ്. ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസിൽ ക്രൈംബ്രാഞ്ച് എത്തിയതോടെ 20 മാസത്തിന് ശേഷമാണ് തടിക്കച്ചവടക്കാരനായ നസീറിലേക്ക് അന്വേഷണം എത്തിയത്. യുവതിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ ഒടുവിൽ പ്രതി നസീർ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. പ്രതിക്കുള്ള ശിക്ഷ ശനിയാഴ്ച വിധിക്കും. തടിക്കച്ചവടക്കാരൻ കോട്ടാങ്ങൽ സ്വദേശി നസീർ കേസിൽ കുറ്റക്കാരനെന്ന് പത്തനംതിട്ട ജില്ലാ അഡീഷണൽ ആൻഡ് സെഷൻസ് കോടതി കണ്ടെത്തി. യുവതിയെ ബലാത്സംഗം ചെയ്ത ശേഷം പ്രതി കെട്ടിത്തൂക്കി കൊലപ്പെടുത്തുകയായിരുന്നു. 2019 ഡിസംബർ 15 വീട്ടിൽ ആളില്ലാത്ത സമയത്തായിരുന്നു സംഭവം. 20 മാസങ്ങൾക്ക് ശേഷം ക്രൈംബ്രാഞ്ചാണ് പ്രതി നസീറിനെ അറസ്റ്റ് ചെയ്തത്. ഭർത്താവുമായി പിണങ്ങിക്കഴിയുകയായിരുന്ന യുവതി സ്കൂൾ കാലത്തെ കാമുകനായിരുന്ന ടിജിനൊപ്പം ഒരുമിച്ച് ജീവിക്കുമ്പോഴായിരുന്നു കൊലപാതകം. സംഭവ ദിവസം തടി വാങ്ങാനെത്തിയ നസീർ വീട്ടിൽ ആരുമില്ലെന്ന് കണ്ട് യുവതിയെ ഉപദ്രവിക്കുകയായിരുന്നു. പെരുമ്പട്ടി പോലീസ് ടിജിനെ പ്രതിയെന്ന് സംശയിച്ച് ക്രൂരമായി തല്ലിച്ചതച്ചത് അന്ന് വിവാദമായിരുന്നു. ലോക്കൽ പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ലെന്ന് കണ്ട് പിന്നീട് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി. ഇതിന് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ട ക്രൈംബ്രാഞ്ചുകാരോടാണ്. നല്ലവരായ ക്രൈംബ്രാഞ്ചുകാർ, നല്ല മനസ്ഥിതിയും അതുപോലെ അവർ ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥതയുള്ള ക്രൈംബ്രാഞ്ചുകാരാണ് ഇത് അന്വേഷിച്ചതുകൊണ്ട് മാത്രമാണ് ഇത് കേസ് പുറത്തു വന്നത്. അല്ലെങ്കിൽ ഇന്ന് ഞാൻ ചിലപ്പോൾ ജയിലിലായി പോയിരിക്കാം. ഈ നെയ്മൺ എന്ന് പറയുന്ന ആൾ ഇപ്പോഴും മാന്യനായിട്ടില്ല നടന്നിരിക്കാം. ഇന്നിങ്ങനൊരു എന്താ പറയുന്നത്, കോടതി ഇയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്താനുള്ള ഏറ്റവും പ്രധാന കാരണം ക്രൈംബ്രാഞ്ചുകാരാണ്. അതുപോലെ തന്നെ കോടതി കേസ് എത്തിച്ചു കഴിഞ്ഞ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഹരിശങ്കർ സാറ്, ഇവരുടെ എല്ലാം കൂട്ടായിട്ടുള്ള ഈ അന്വേഷണത്തിന് പുറകിലുള്ള നല്ല പ്രവർത്തനമാണ് ഇപ്പം ഈ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്താനുള്ള കാരണമായത്. മരിച്ച യുവതിയുടെ കഴുത്തിലുണ്ടായിരുന്ന കയറിലെ കെട്ടാണ് കേസിൽ നിർണായക തെളിവായത്. തടിപ്പണിക്കാർ കെട്ടുന്ന രീതിയാണിതെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. തുടർന്നുള്ള അന്വേഷണത്തിലാണ് യഥാർത്ഥ പ്രതി നസീർ പിടിയിലായത്. കെട്ടിലെ തടിപ്പണിക്കാരൻ കെട്ടുന്ന കെട്ടാണെന്നുള്ളത് ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ നമുക്ക് മനസ്സിലായി. സാധാരണ സൂയിസൈഡ് ചെയ്യുന്ന ഒരു പെൺകുട്ടി കെട്ടുന്ന രീതിയിലുള്ളതല്ലായിരുന്നു. വെയിറ്റ് വലിച്ചു പൊക്കുന്ന രീതിയിലുള്ള പ്രത്യേകതര ഒരു കെട്ടായിരുന്നു. അത് നിർണായകം. അതുപോലെ തന്നെ പെൺകുട്ടിയുടെ കാല് കട്ടിൽ തട്ടിയ നിലയിൽ തന്നെയായിരുന്നു നിന്നിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ പിന്നെ 53 ഇഞ്ചുറിയും ദേഹത്തുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കൊലപാതകമാണ് എന്നുള്ളത് മനസ്സിലായി. യുവതിയുടെ നഖത്തിനടിയിൽ നിന്ന് കിട്ടിയ തൊലിയും ബീജവും അടക്കമുള്ള ശാസ്ത്രീയ തെളിവുകളും പ്രോസിക്യൂഷന്റെ വാദത്തിന് ബലം പകർന്നു. ന്യൂസ് 18 പത്തനംതിട്ട. വിദ്യാർത്ഥികൾക്ക് നല്ല പാഠങ്ങൾ പകർന്നു നൽകേണ്ട അധ്യാപകരിൽ ചിലർ ഇപ്പോൾ ദുർമാതൃകയാവുകയാണ്. കുട്ടികളെപ്പോലും ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന രീതിയിലേക്ക് അവർ മാറുന്നുണ്ടെങ്കിൽ ഈ സമൂഹത്തിൻ്റെ പോക്ക് അപകടത്തിലേക്കാണ്. പാലക്കാട് പോക്സോ കേസിൽ അറസ്റ്റിലായ അധ്യാപകനെതിരെ കൂടുതൽ വിദ്യാർത്ഥിനികളാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കൗൺസിലിങ്ങിനിടെ വിദ്യാർത്ഥിനി നടത്തിയ വെളിപ്പെടുത്തലാണ് സ്കൂളിലെ ലൈംഗിക ചൂഷണം പുറംലോകമറിഞ്ഞത്. വടക്കഞ്ചേരി വടക്കേക്കര സ്വദേശി എബിക്കെതിരെ 3 കേസുകൾ ഇതുവരെയും രജിസ്റ്റർ ചെയ്തു.
കഴിഞ്ഞ ദിവസമാണ് വടക്കഞ്ചേരി വടക്കേക്കര സ്വദേശി എബി കസബ പോലീസിന്റെ പിടിയിലായത്. പാലക്കാട് നഗരത്തിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്കൂളിലെ താൽക്കാലിക കായികാധ്യാപകനായിരുന്നു എബി. സ്കൂളിലെ 11 വയസ്സുകാരിയായ വിദ്യാർത്ഥിയോട് ലൈംഗികാതിക്രമം നടത്തിയതിനായിരുന്നു എബിയെ പോലീസ് പിടികൂടിയത്. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് CWC നൽകിയ കൌൺസിലിംഗിനിടെ വിദ്യാർത്ഥി എബിക്കെതിരെ മൊഴി നൽകുകയായിരുന്നു. പിന്നാലെ കൂടുതൽ വിദ്യാർത്ഥികൾ പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കായിക അധ്യാപകനായ വടക്കാഞ്ചേരി വടക്കേക്കര സ്വദേശി മോശമായി പെരുമാറിയെന്നാണ് വിദ്യാർത്ഥിയുടെ മൊഴി. വിദ്യാർത്ഥിയുടെ മൊഴിയിൽ അധ്യാപകനെതിരെ 3ാമത്തെ FIR രജിസ്റ്റർ ചെയ്തു. മാസങ്ങൾക്ക് മുൻപ് ഗ്രൗണ്ടിലേക്ക് പോകുന്നതിനിടെ കായികാധ്യാപകൻ എബി മോശമായി പെരുമാറിയെന്നായിരുന്നു വിദ്യാർത്ഥിനിയുടെ മൊഴി. പരാതിപ്പെട്ടതോടെ എബിയെ പുറത്താക്കി സ്കൂൾ അധികൃതർ വിഷയം മറച്ചുവെക്കാൻ ശ്രമിച്ചുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. എബി പഠിപ്പിച്ചിരുന്ന സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് കൌൺസിലിംഗ് നൽകാൻ ഒരുങ്ങുകയാണ് CWC. അധ്യാപകന്റെ മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. റിമാൻഡിലുള്ള പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനും പോലീസ് തീരുമാനിച്ചു. അതേസമയം സ്കൂളിനെതിരെ വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം നടത്തും. ലൈംഗിക അതിക്രമം അറിഞ്ഞിട്ടും പോലീസിൽ വിവരം അറിയിക്കുന്നതിൽ വീഴ്ച പറ്റിയോ എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷിക്കുക. ന്യൂസ് 18 പാലക്കാട്. രാജ്യത്ത് ദിവസവും ഒട്ടേറെ പേർക്ക് വെർച്വൽ അറസ്റ്റ് തട്ടിപ്പിൽ ഇരയായി പണം നഷ്ടമാകുന്നുണ്ട്. ഇങ്ങനെയുള്ള തട്ടിപ്പ് സംഘങ്ങൾ സാധാരണക്കാരെ മാത്രമല്ല, ഉന്നതരെയും രാഷ്ട്രീയ നേതാക്കളെയും പോലും കബളിപ്പിക്കാം. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ആണ് ഒടുവിൽ വെർച്വൽ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞ് തട്ടിപ്പിന് ഇരയാക്കാൻ ശ്രമിച്ചത്. എന്നാൽ രാഷ്ട്രീയത്തിൽ പല അടവും തടവും പഠിച്ചിട്ടുള്ള മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ തിരുവഞ്ചൂരിനെ കബളിപ്പിക്കാനുള്ള നീക്കം തുടക്കത്തിലേ പൊളിഞ്ഞു. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മുംബൈ പോലീസ് എന്ന പേരിലാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന് ഫോൺ കോൾ വന്നത്. മുംബൈയിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ തിരുവഞ്ചൂരിന്റെ ആധാർ കാർഡ് നമ്പരും ഫോൺ നമ്പരും ഉപയോഗിച്ച് ഒരു കുറ്റകൃത്യം നടന്നിട്ടുണ്ടെന്നും അതുമായി ബന്ധപ്പെട്ടാണ് വിളിക്കുന്നതെന്നും അവർ പറഞ്ഞു. ഹിന്ദിയും ഇംഗ്ലീഷും കലർന്ന സംസാരമായിരുന്നതിനാൽ വിളിച്ചപ്പോൾ തന്നെ തട്ടിപ്പാടെന്ന് വ്യക്തമായതായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. വിളിച്ചവരിൽ ഒരാൾ പോലീസ് ഉദ്യോഗസ്ഥന്റെ വേഷത്തിൽ നിൽക്കുന്നത് തിരുവഞ്ചൂരിന്റെ സ്റ്റാഫ് അംഗങ്ങൾ കണ്ടിരുന്നു. ഭീഷണിയെ തുടർന്ന് തിരുവഞ്ചൂർ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി. വ്യാജ ആധാർ ഉപയോഗിച്ച് സാമ്പത്തിക തട്ടിപ്പ് നടത്തി, ആൾമാറാട്ടം നടത്തി എന്നൊക്കെ ആരോപിച്ചാണ് സംഘം തിരുവഞ്ചൂരിനെ ഭീഷണിപ്പെടുത്തിയത്. എന്നാൽ തട്ടിപ്പ് മനസ്സിലാക്കിയ തിരുവഞ്ചൂർ കേരള പോലീസുമായി ബന്ധപ്പെടൂ, രേഖകൾ അവിടെ കാണിക്കാമെന്ന് മറുപടി നൽകി കോൾ അവസാനിപ്പിച്ചു. തിരുവഞ്ചൂർ ഫോൺ കട്ടാക്കിയതിനു പിന്നാലെ വാട്സാപ്പിലും തട്ടിപ്പുകാർ വിളിച്ചു. പിന്നീട് വീണ്ടും ഫോണിൽ വിളിച്ച് വീഡിയോ കോൾ എടുക്കാൻ ആവശ്യപ്പെട്ടെന്നും പരാതിയിൽ പറയുന്നു. വിളിച്ച നമ്പർ കേന്ദ്രീകരിച്ചും സ്ഥലം കേന്ദ്രീകരിച്ചും അന്വേഷണം ആരംഭിച്ചതായി DGPയുടെ ഓഫീസ് അറിയിച്ചു. സൈബർ സെല്ലാണ് തട്ടിപ്പ് സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നത്. ന്യൂസ് 18 കോട്ടയം. ഈ നാട്ടിൽ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും സുരക്ഷ ഉറപ്പാക്കേണ്ടത് ആരാണ്? അവർ അക്രമവും ചൂഷണവും നേരിട്ടാൽ ആരെയാണ് ആദ്യം സമീപിക്കേണ്ടത്? അത് പോലീസിനെയാണല്ലേ? എന്നാൽ തിരുവനന്തപുരം ചിറയൻകീഴിൽ 15 വയസ്സുകാരിയെയും സഹോദരനെയും ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ നീതി നടപ്പാക്കേണ്ട പോലീസ് കണ്ണടച്ച് ഇരുട്ടാക്കുന്നു. 10 ദിവസം കഴിഞ്ഞിട്ടും പ്രതികൾക്കെതിരെ ഒരു നടപടിയും എടുത്തിട്ടില്ല. മുൻ വൈരാഗ്യത്തെ തുടർന്ന് അയൽവാസികളാണ് കുട്ടികൾക്ക് നേരെ ആക്രമണം നടത്തിയത്. പരാതി നൽകാൻ സ്റ്റേഷനിലെത്തിയ കുടുംബത്തെ പോലീസ് അവഹേളിച്ചതായും ആരോപണം. ഇക്കഴിഞ്ഞ 17-ാം തീയതിയായിരുന്നു സംഭവം. ചിറയൻകീഴ് കോളിച്ചിറ സ്വദേശിനിയായ ചിത്രയാണ് ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയത്. ചിത്രയുടെ മകനായ സനോജ് വീട്ടിലേക്ക് നടന്നു വരവെ അയൽവാസികളായ 6 അംഗ സംഘം മർദ്ദിക്കുകയായിരുന്നു. നിലവിളി കേട്ട് ഓടിയെത്തിയ സനോജിന്റെ സഹോദരിയെയും ക്രൂരമായി മർദ്ദിച്ചു. പതിനഞ്ചുകാരിയുടെ തലയിൽ സിമന്റ് കല്ലുകൊണ്ട് ഇടിച്ച്
25ഓളം തുന്നലുകളുണ്ട്. രക്തം വാർന്ന് റോഡിൽ കിടന്ന പെൺകുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനെത്തിയ ഓട്ടോ ഡ്രൈവറെയും സംഘം മർദ്ദിച്ചിരുന്നു. പിറ്റേ ദിവസം പരാതി നൽകിയ കുടുംബത്തെ പോലീസ് അവഹേളിച്ചതായും പരാതിയുണ്ട്. അവർ എല്ലാവരെയും ചേർത്താണ് നമ്മൾ പരാതി കൊടുത്തത്. ഈ 10 പേരുടെ പേർക്കും പരാതി കൊടുത്തിട്ടുണ്ട്. 10 പേരുടെ പേർക്കും പരാതി കൊടുത്തിട്ട് എന്നിട്ട് അവര് നിസ്സാരമായ ഒരു കേസ് കണക്കാണ് ഈ കേസ് എഴുതി വെച്ചത്. വനിതാ പോലീസ് മോളെ ദേഹപരിശോധന ചെയ്ത് കാല് തൊടേ അള്ളി കീറിയതെല്ലാം കണ്ട് ആ FIR-ൽ വ്യക്തമായിട്ട് അവരതിൽ പറഞ്ഞിട്ടുണ്ട്. പ്രതികൾ സ്ഥിരം പ്രശ്നക്കാരാണെന്നാണ് വിവരം. നേരത്തെയും ഇങ്ങനെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. പരാതി നൽകി ദിവസങ്ങൾ പിന്നിട്ടിട്ടും പ്രതികളെ പിടികൂടാത്ത ചിറയൻകീഴ് പോലീസിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് ശക്തമായ സമരത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. ന്യൂസ് 18 ആറ്റിങ്ങൽ. കേരളത്തിൽ ഫുട്ബോൾ പ്രേമികളുള്ള നിരവധി പ്രദേശങ്ങളുണ്ട്. കാൽപന്ത് കളിയെ ആവേശത്തോടെ നെഞ്ചിലേറ്റുന്നവർ. മത്സരങ്ങളിൽ വീറും വാശിയും നല്ലതാണ്. എന്നാൽ ചിലപ്പോഴെങ്കിലും മത്സരാവേശം കളിക്കളത്തിന് പുറത്തേക്കും വഴിമാറാം. പാലക്കാട് ഫുട്ബോൾ മത്സരത്തിന് ശേഷമുള്ള കയ്യാങ്കളി വലിയ സംഘർഷത്തിൽ കലാശിച്ചു. മത്സരത്തിന് ശേഷം ബൈക്കിൽ തിരിച്ചു വരികയായിരുന്ന 3 അംഗ സംഘത്തെ ക്രൂരമായി തല്ലിച്ചതയ്ക്കുകയായിരുന്നു. പാലോട് പ്രദേശത്തുള്ളവരും കരിപ്പമണ്ണ പ്രദേശത്തുള്ളവരും തമ്മിൽ നടന്ന ഫുട്ബോൾ മത്സരത്തിന് ശേഷമായിരുന്നു ഏറ്റുമുട്ടൽ. സംഭവത്തിൽ 15ഓളം പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ആറ്റാശ്ശേരി കരിപ്പമണ്ണ സ്വദേശികളായ പറമ്പിൽ പീടിക വീട്ടിൽ മുഹസിൻ, ഷാമിൽ കെ ഷുഹൈബ, മാലിക് PP എന്നിവർക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. ഇവരെ പരിക്കുകളോടെ വട്ടമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തച്ചനാട്ടുകര സ്വദേശികളായ 15ഓളം പേരാണ് തങ്ങളെ ബൈക്കിലെത്തി ആക്രമിച്ചതെന്ന് ഇവർ പറയുന്നു. തച്ചനാട്ടുകര 55-ാം മൈലിൽ വാഹനം തടഞ്ഞു നിർത്തി കമ്പിപ്പാരയും കത്തിയുമായാണ് ആക്രമിച്ചത്. കളിന് വരുന്നു മറ്റേ കരിങ്കല് കാണിക്കുന്നത് ഒരു അണ്ണാതൊടിക്കുന്ന ഞങ്ങളെ പിന്തുടർന്ന് ഭീമനാട് റോഡ് വരെ ഞങ്ങളെ വടിയെടുത്ത് ആക്രമിക്കുകയും മർദ്ദിക്കുകയും ചെയ്തു. മറ്റേ കമ്പി ചാവി മടാളും വണ്ടിയെടുത്ത് ഇടിക്കുകയും ചെയ്തു. ഞങ്ങൾ ഒരുപാട് എന്നിട്ട് അവിടുത്തെ നാട്ടുകാരൊക്കെ പാടെ വന്നിട്ടാണ് ഞങ്ങളെ അവിടെ പിടിച്ചു മാറ്റി. ഇവർ സ്ഥിരം ഗുണ്ടകൾ ആയിട്ടാണ് ഇപ്പോൾ ഈ പാലോട് ഭാഗത്ത് വിലസുന്നത്. ഇവരെ അധികൃതർ നിലക്ക് നിർത്തിയില്ലെങ്കിൽ നാട്ടുകാരിറങ്ങി അതിനുള്ള പരിഹാരം കാണും. ഇത്തരം കാര്യങ്ങൾ അധികൃതർ കണ്ണു തുറന്ന് ഈ ഗുണ്ടായിസത്തെ അവസാനിപ്പിക്കാൻ എല്ലാവിധ നടപടികളും സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഷുഹൈബ് മാലിക്കിന്റെ തലയ്ക്കും കൈക്കും പരിക്കുണ്ട്. ഷാലിമിന്റെ കൈയുടെ എല്ലിന് പൊട്ടലുണ്ടായി. മുഹസിന്റെ പല്ലിന് പൊട്ടലുണ്ട്. മുഖത്തും തുന്നലുണ്ട്. പാലോട് പ്രദേശത്തുള്ളവരും കരിപ്പമണ്ണ പ്രദേശത്തുള്ളവരും തമ്മിൽ വർഷങ്ങളായി ഫുട്ബോൾ മത്സരത്തെ ചൊല്ലി തർക്കത്തിലാണെന്നാണ് വിവരം. കഴിഞ്ഞ ദിവസം കരിങ്കല്ലത്താണി ഭാഗത്തു നിന്നും ഫുട്ബോൾ മത്സരം കണ്ട് തിരിച്ചു വരുന്നതിനിടെയാണ് ആക്രമണമുണ്ടായത്. കരിപ്പമണ്ണക്കാരല്ലേ എന്ന് ചോദിച്ചാണ് ആക്രമിച്ചതെന്നും പരിക്കേറ്റവർ പറയുന്നു. ആക്രമിച്ചതിൽ മുബാറക്ക, സിനാൻ, ഷാനിബ് എന്നിവരുള്ളതായും ഇവർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 പാലക്കാട്. മദ്യവും ലഹരിയും തലയ്ക്ക് പിടിച്ചാൽ പിന്നെ മനുഷ്യൻ ചെകുത്താനാകും. പഴയ പകയും വൈരാഗ്യവും തികട്ടി വരും. ഇതാണ് പലരെയും അക്രമികളും കൊലയാളികളുമാക്കുന്നത്. മലപ്പുറം നിലമ്പൂരിൽ ബെവറേജസിന് സമീപമുണ്ടായ സംഘർഷത്തിൽ യുവാവിന് കുത്തേറ്റു. വഴിക്കടവ് സ്വദേശി വിനോദിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിൽ പ്രതിക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പരിക്കേറ്റ വിനോദ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മുൻ വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത്. നിലമ്പൂർ ബെവറേജസിനു സമീപം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12:30യോടെയാണ് സംഭവമുണ്ടായത്. വഴിക്കടവ് മുണ്ട സ്വദേശി തോട്ടുങ്ങൽ വിനോദ് എന്ന 29-കാരനാണ് കത്തിക്കുത്തിൽ സാരമായി പരിക്കേറ്റത്. വിനോദും മറ്റൊരാളുമായി ഉണ്ടായ തർക്കം കത്തിക്കുത്തിൽ കലാശിക്കുകയായിരുന്നു. അക്രമമുണ്ടാകാനുള്ള കാരണം വ്യക്തമല്ല. വിനോദിന്റെ വലത് കൈയിലെ തള്ളവിരലിനും ചെവിക്കുമാണ് പരിക്കേറ്റത്. പരിക്കേറ്റ് രക്തം വാർന്നു കിടന്ന വിനോദിനെ നിലമ്പൂർ പോലീസ് എത്തിയാണ് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്.
അക്രമം നടത്തിയ ശേഷം രക്ഷപ്പെട്ട പ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രദേശത്ത് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. മുൻവൈരാഗ്യമാണോ അക്രമത്തിന് കാരണമെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് 18 തിരൂർ. സോളാർ തട്ടിപ്പ് കേസ് പ്രതി ബിജു രാധാകൃഷ്ണന് CSR ഫണ്ട് തട്ടിപ്പിൽ പിടിവീടുമോ? അയാൾ പുതിയതായി ആരൊക്കെ കബളിപ്പിച്ചിട്ടുണ്ട്? തട്ടിപ്പിൽ ഏതെങ്കിലും ഉന്നതർക്ക് പങ്കുണ്ടോ? ബിജു രാധാകൃഷ്ണന്റെ തട്ടിപ്പിനെ കുറിച്ച് ന്യൂസ് 18 വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ സമഗ്ര അന്വേഷണത്തിന് സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശം. മലപ്പുറം സ്വദേശി റിൻഷാദിന്റെ പരാതി അന്വേഷിക്കാൻ ദക്ഷിണമേഖല IGയെ ചുമതലപ്പെടുത്തി. DYSP റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ അന്വേഷണം നടത്തണമെന്നാണ് ഉത്തരവ്. സന്നദ്ധ സംഘടനകൾക്ക് കോടികളുടെ സാമൂഹ്യ പ്രതിബദ്ധതാ ഫണ്ട് വാഗ്ദാനം നൽകി കോടികൾ തട്ടിയെടുക്കുന്ന ബിജുവിൻ്റെ തട്ടിപ്പ് സാമ്രാജ്യം ന്യൂസ് 18 പുറത്തു കൊണ്ടുവന്നത്. പേരും രൂപവും മാറ്റി സോളാർ തട്ടിപ്പ് കേസിലെ പ്രതി ബിജു രാധാകൃഷ്ണൻ നടത്തുന്ന പുതിയ തട്ടിപ്പുകളെക്കുറിച്ചുള്ള ന്യൂസ് 18 വാർത്തയ്ക്ക് പിന്നാലെയാണ് മലപ്പുറം സ്വദേശി റിൻഷാദ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. DYSP റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ തട്ടിപ്പുകളെക്കുറിച്ച് അന്വേഷിച്ച നടപടികൾ സ്വീകരിക്കണമെന്ന് DGP ദക്ഷിണമേഖല IGക്ക് നിർദ്ദേശം നൽകി. രഹസ്യാന്വേഷണ വിഭാഗം നടത്തിയ പരിശോധനയിലും സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിൽ അടിമുടി ദുരൂഹതയുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സമഗ്രമായ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. സ്വാതന്ത്ര്യം എന്ന പേരിലുള്ള സന്നദ്ധ സംഘടനയ്ക്ക് CSR ഫണ്ട് വാങ്ങി നൽകാമെന്ന പേരിൽ 20 ലക്ഷത്തോളം രൂപയാണ് റിൻഷാദിൽ നിന്നും ബിജു വാങ്ങിയത്. മാസങ്ങൾ കഴിഞ്ഞിട്ടും പണമോ പദ്ധതിയോ ഇല്ലാത്ത അവസ്ഥ. പണം മടക്കി നൽകണമെന്നാവശ്യപ്പെട്ടതോടെ അഭിഭാഷകയും സ്ഥാപനത്തിന്റെ ഉടമയുമായ നിഷ പീറ്റർ റിൻഷാദിനെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. അങ്കമാലി സ്വദേശിയായ ഏലിയാസ് എന്നയാളും ബിജുവിന്റെ തട്ടിപ്പിനിരയായതായി പരാതി നൽകിയിരുന്നു. 1.5 കോടിയോളം രൂപയാണ് ഏലിയാസിന് നഷ്ടമായത്. തട്ടിപ്പിൽ നടപടി ആവശ്യപ്പെട്ട് കടവന്ത്ര പോലീസിൽ പരാതി നൽകിയെങ്കിലും കേസെടുക്കാനാവില്ല എന്ന നിലപാടിലായിരുന്നു പോലീസ്. കൊച്ചിയിൽ മാത്രം 4 ബിജുവിനും കൂട്ടാളികൾക്കും ഓഫീസ് ഉണ്ടായിരുന്നു. പണം നൽകിയിട്ടും CSR ഫണ്ട് ലഭിക്കാതെ വന്നതോടെ ഇടപാടുകാരിൽ ചിലർ ബഹളമുണ്ടാക്കി. ഇതേ തുടർന്ന് കടവന്ത്രയിലെ ഓഫീസ് ഒക്ടോബറിൽ പൂട്ടിയിരുന്നു. ന്യൂസ് 18 വാർത്തയെ തുടർന്ന് ബിജു ജോർജ് എന്ന പേരിൽ വന്നയാൾ ബിജു രാധാകൃഷ്ണനാണെന്ന് വ്യക്തമായതോടെ കാക്കനാടുള്ള ഓഫീസ് കെട്ടിടം ഉടമ ഒഴിപ്പിച്ചിരുന്നു. കൊച്ചി നഗരത്തിലെ പ്രൊവിഡൻസ് റോഡിലുള്ള ഓഫീസ് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. ആഴ്ചകൾ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് ബിജുവിന്റെ തട്ടിപ്പ് സാമ്രാജ്യം ന്യൂസ് 18 തുറന്നു കാട്ടിയത്. തിരുവനന്തപുരത്തുള്ള ട്രസ്റ്റിന്റെ ജൈവകൃഷി പദ്ധതിക്ക് CSR ഫണ്ട് തേടിയെത്ത ഞങ്ങൾക്കും മോഹനസുന്ദര വാഗ്ദാനങ്ങളാണ് ബിജു നൽകിയത്. അമൃത അടക്കമുള്ള വൻകിട ഗ്രൂപ്പുകൾക്കായി ആശുപത്രികൾ നിർമ്മിക്കുന്നത് തങ്ങൾ വാങ്ങി നൽകിയ ഫണ്ടിലാണെന്ന് ബിജു അവകാശപ്പെട്ടിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ ഗോത്രവർഗ മേഖലകളിലെ പദ്ധതികൾക്കടക്കം തന്റെ സ്ഥാപനം പണം മുടക്കുന്നതായും ബിജു അവകാശപ്പെട്ടു. കേരളത്തിനു പുറമെ തമിഴ്നാട്, കർണാടകം എന്നിവിടങ്ങളിലും നിരവധി പേർ തട്ടിപ്പിന് ഇരയായി എന്നാണ് വിവരം. ന്യൂസ് 18 കൊച്ചി. കാസർഗോഡ് യുവാവിനെ ലോഡ്ജ് മുറിയിൽ ആക്രമിച്ച് പണം തട്ടിയെടുത്ത കേസാണ് പോലീസ് പട്രോൾ ഇനി പരിശോധിക്കുന്നത്. കച്ചവട ആവശ്യത്തിനായി കാഞ്ഞങ്ങാടെത്തിയ മലപ്പുറം സ്വദേശി സമീറുദ്ദീനെയാണ് ലോഡ്ജ് മുറിയിൽ ആക്രമിച്ച് പണവും രേഖകളും തട്ടിയെടുത്തത്. സംഭവത്തിൽ 4 പേർക്കെതിരെ കേസെടുത്ത പോലീസ് അന്വേഷണം ഊർജിതമാക്കി. മുഖ്യപ്രതി ജിഷ്ണു സ്ഥിരം കുറ്റവാളിയെന്നാണ് പോലീസ് നൽകുന്ന വിവരം. കച്ചവട ആവശ്യാർത്ഥമെത്തിയ യുവാവിനെ കാഞ്ഞങ്ങാട്ടെ ലോഡ്ജ് മുറിയിൽ നിന്നും ആക്രമിച്ച് പണം തട്ടിയെടുത്തെന്നാണ് പരാതി. തിരൂർ കാടാമ്പുഴ കാരിക്കാടിലെ ഈ സമീറുദ്ദീനെ ആക്രമിച്ച് 22,000 രൂപയും തിരിച്ചറിയൽ കാർഡും വാഹനത്തിന്റെ രേഖകളും കവർന്നെന്നാണ് പരാതി.
ഒരാൾക്ക് കമ്പിയുണ്ട്. അവർ എന്തൊക്കെ എന്നെ ചെയ്തു ഒരു പറയാൻ കഴിയില്ല. ആ ജാതി ചെയ്തത് 22,000 റുപ്യുണ്ട്. പിന്നെ അതിന്റെ പുറമെ മേശം എന്റെ വണ്ടിയുടെ ചാവി ഉണ്ടായിരുന്നു. ഇത് യവന്മാരെടുത്തു. അപ്പൊ എനിക്ക് മനസ്സിലായി യവന്മാർ എന്നെ വിടൂല, കൊല്ലുന്നു. സംഭവത്തിൽ അജാനൂർ വെള്ളിക്കോത്ത് സ്വദേശി ജിഷ്ണു ഉൾപ്പെടെ 4 പേർക്കെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത്. കോട്ടച്ചേരിയിലെ ബാറിൽ വെച്ച് പരിചയപ്പെട്ട സമീറുദ്ദീനെ പിന്നീട് അലാമിപ്പള്ളിയിലെ മദ്യശാലയിലേക്ക് കൊണ്ടുപോയാണ് ക്രൂരമായി മർദ്ദിച്ചതെന്ന് FIR-ൽ പറയുന്നു. പിന്നീട് പുലർച്ചെ യുവാവ് താമസിക്കുന്ന നോർത്ത് കോട്ടച്ചേരിയിലെ ലോഡ്ജിലെത്തിയ സംഘം ഇരുമ്പ് വടി കൊണ്ട് അടിച്ച് പരിക്കേൽപ്പിച്ച ശേഷം പണം തട്ടിയെടുത്തെന്നാണ് പരാതി. ന്യൂസ് 18 കാസർഗോഡ്. നാട്ടിലെ വീടെല്ലാം അടച്ചുപൂട്ടി വിദേശത്ത് താമസിക്കുന്ന പ്രവാസികളുടെ ശ്രദ്ധയ്ക്ക്, നിങ്ങളുടെ വീട്ടിൽ സ്വർണവും പണവും സൂക്ഷിക്കുന്നുണ്ടോ? എങ്കിലൊന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ്. പത്തനംതിട്ട പന്തളത്ത് പ്രവാസിയുടെ അടച്ചിട്ട വീട്ടിൽ നടന്ന വൻ കവർച്ചയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. കിടപ്പുമുറിയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 50 പവനിലധികം സ്വർണ്ണാഭരണങ്ങളാണ് മോഷ്ടാക്കൾ കവർന്നത്. പ്രത്യേക സംഘം രൂപീകരിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി. പന്തളം കൈപ്പുഴയിൽ പ്രവാസിയായ ബിജുനാഥിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. ബിജുവും കുടുംബവും വിദേശത്താണ്. ബിജുവിന്റെ മാതാവ് ഓമന പകൽ സമയത്ത് വീട്ടിൽ നിൽക്കുകയും രാത്രി മൂത്തമകന്റെ വീട്ടിലേക്ക് പോകുന്നതുമാണ് പതിവ്. ഇവർ ഇല്ലാത്ത സമയത്താണ് വീടിന്റെ മുൻവശത്തെ കതക് പൊളിച്ച് മോഷ്ടാവ് ഉള്ളിൽ കടന്ന് സ്വർണം അപഹരിച്ചത്. രാവിലെ ഓമന തിരികെ വന്നപ്പോഴാണ് കവർച്ചാ വിവരം അറിഞ്ഞത്. വീട്ടിൽ സൂക്ഷിച്ചിരുന്ന വിദേശത്തുള്ള മരുമകളുടെ സ്വർണ്ണാഭരണങ്ങളാണ് നഷ്ടമായത്. വീടും സ്ഥലവും നന്നായി നിരീക്ഷിച്ചു വന്ന സംഘമാണ് കവർച്ചയ്ക്ക് പിന്നിലെന്ന് പോലീസ് സംശയിക്കുന്നു. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പ്രത്യേക പോലീസ് സംഘം അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 പത്തനംതിട്ട. പകൽ സമയം വഴിയരികിൽ പാർക്ക് ചെയ്തിരിക്കുന്ന ബൈക്കുകൾ മോഷ്ടിക്കുകയും രാത്രിയിൽ ആളില്ലാത്ത വീടുകളിൽ കവർച്ച നടത്തുകയും ചെയ്യുന്ന ബിരുദനാണ് തിരുവനന്തപുരം കല്ലിയൂർ സ്വദേശി ശ്രീകാന്ത്. തലസ്ഥാന നഗരത്തിലെ പല ബൈക്ക് മോഷണ കേസിലും പ്രതി. ഫോർട്ട് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത വാഹന മോഷണ കേസിൽ യുവാവിനെ ചോദ്യം ചെയ്തപ്പോൾ പുറത്തുവന്നത് കാട്ടാക്കടയിലെ വൻ കൊള്ളയാണ്. ക്രിസ്മസ് തലേന്ന് വീട് കുത്തിത്തുറന്ന് സ്വർണം കൊള്ളയടിച്ച കേസിൽ പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തു. ക്രിസ്മസ് തലേന്ന് കാട്ടാക്കട കട്ടേക്കോട് സ്വദേശി ഷൈനും കുടുംബവും പള്ളിയിൽ പോയപ്പോൾ വീട് കുത്തി തുറന്ന 70 പവൻ സ്വർണത്തിലധികം കൊള്ളയടിച്ച പ്രതിയാണ് പിടിയിലായ ശ്രീകാന്ത്. തിരുവനന്തപുരം ഫോർട്ട് സ്റ്റേഷൻ പരിധിയിൽ നടന്ന ബൈക്ക് മോഷണത്തിന്റെ അന്വേഷണത്തിനിടയിലാണ് പ്രതി പിടിയിലായത്. നേരത്തെ കാട്ടാക്കട പോലീസ് പ്രതിയുടെ CCTV ഉൾപ്പെടെ ശേഖരിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനയിലാണ് ഇയാൾ തന്നെയാണ് മോഷണം നടത്തിയതെന്ന് ഉറപ്പിച്ചത്. മോഷ്ടിച്ചതിൽ 90% സ്വർണവും കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഡിസംബർ 24-നാണ് കിള്ളിപ്പാലം സ്വദേശി ബിജുവിന്റെ ബൈക്ക് മോഷണം പോയത്. TV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ശ്രീകാന്താണ് മോഷ്ടാവെന്ന് തിരിച്ചറിഞ്ഞത്. ഈ ബൈക്കുമായി കാട്ടാക്കടയിലെത്തിയാണ് ഇയാൾ മോഷണം നടത്തിയത്. പ്രതിയുടെ വീട്ടിലെത്തിയ പോലീസ് ബൈക്ക് കണ്ടെത്തിയെങ്കിലും ശ്രീകാന്ത് അവിടെ ഉണ്ടായിരുന്നില്ല. അന്വേഷണത്തിൽ ഇയാൾ രാത്രികാലങ്ങളിൽ മാത്രം വീട്ടിൽ വന്നു പോകുന്നതായും മോഷ്ടിച്ച ബൈക്കുമായി രക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്നും വിവരം ലഭിച്ചു. തുടർന്ന് വീട് കേന്ദ്രീകരിച്ച് നിരീക്ഷണം ശക്തമാക്കി. കഴിഞ്ഞ ദിവസം രാത്രി ബൈക്കെടുക്കാൻ വീട്ടിലെത്തിയ ശ്രീകാന്തിനെ പോലീസ് സാഹസികമായി കീഴ്പ്പെടുത്തുകയായിരുന്നു. ചോദ്യം ചെയ്തപ്പോഴാണ് നേരത്തെ മോഷ്ടിച്ച 66 പവനോളം ആഭരണങ്ങളും 67,000 രൂപയും 2 മൊബൈൽ ഫോണും കണ്ടെടുത്തത്. 24-ാം തീയതി, അതായത് ക്രിസ്മസിൻ്റെ അന്ന് തലേന്ന് വൈകിട്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്നാണ് കാട്ടാക്കട ഏകദേശം 72 പവനോളം സ്വർണം മോഷണം പോയിരുന്നു. അത് കഴിഞ്ഞ ദിവസം ഫോർട്ട് സ്റ്റേഷനിൽ ഒരു ബൈക്ക് മോഷണവുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രതിയെ പിടിച്ചപ്പോഴത്തേന് പുള്ളിയുടെ വീട് റെയ്ഡ് ചെയ്തപ്പോൾ പുള്ളിയുടെ വീട്ടിൽ നിന്ന് ഇത്രയും സ്വർണവും മറ്റ് കാര്യങ്ങളും കിട്ടി. കേരള പോലീസിൻ്റെ ഒരു മികവും, പ്രത്യേകിച്ച് കാട്ടാക്കട
സിയുടെ നേതൃത്വത്തിലുള്ള സംഘം, ഒരു അന്വേഷണ സംഘം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയായിരുന്നു. അവരുടെ പുറകിലുള്ള ഒരു അന്വേഷണ ഫലവും എല്ലാം കൂടെ എന്തായാലും ഞങ്ങളുടെ നഷ്ടപ്പെട്ട സ്വർണത്തിൻ്റെ ഏകദേശം 90% ഇന്നലെ തന്നെ കിട്ടിയിട്ടുണ്ട്. കുറച്ച് പുള്ളി പണയം വെച്ചിട്ടുണ്ട്, വിറ്റിട്ടുണ്ട് എന്നൊക്കെയാണുള്ള അറിവ്. വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിലെ ക്രിമിനൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട പ്രതിക്കെതിരെ ജില്ലയിലെ മിക്ക സ്റ്റേഷനുകളിലും കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു. വഴിയരികിൽ പാർക്ക് ചെയ്തിരിക്കുന്ന ബൈക്കുകൾ മോഷ്ടിക്കുകയും രാത്രിയിൽ ആളില്ലാത്ത വീടുകളിൽ മോഷണം നടത്തി മറ്റു സ്ഥലങ്ങളിൽ പോയി ആർഭാടമായി ജീവിക്കുകയുമാണ് ശ്രീകാന്തിന്റെ രീതിയെന്ന് പോലീസ് പറയുന്നു. ന്യൂസ് 18 നെയ്യാറ്റിൻകര. സംസ്ഥാനത്ത് കാറുകളിലും ബൈക്കുകളിലും പണവും സ്വർണവും കടത്തുന്നത് തടയാൻ പോലീസ് നിരീക്ഷണം ശക്തമാക്കിയതോടെ പുതിയ വഴികൾ തേടുകയാണ് കള്ളക്കടത്ത് സംഘങ്ങൾ. പരിശോധനയിൽ നിന്ന് രക്ഷപ്പെടാൻ ബസ്സുകളെ ആശ്രയിക്കുന്നതാണ് പുതിയ രീതി. പാലക്കാട് വാളയാറിൽ KSRTC ബസ്സിൽ നിന്ന് 6 കിലോ സ്വർണവുമായി യുവാവ് പിടിയിലായി. വാളയാർ അതിർത്തി സുരക്ഷിതമായി കടന്ന യുവാവ് തമിഴ്നാട്ടിലേക്ക് കടന്നപ്പോഴാണ് പോലീസിന്റെ മുന്നിൽപ്പെട്ടത്. കേരളത്തിൽ നിന്നും ലോട്ടറി ടിക്കറ്റുകൾ തമിഴ്നാട്ടിലേക്ക് കടത്തുന്നുണ്ടോ എന്ന പരിശോധനയ്ക്കിടെയാണ് 10 കോടി രൂപ വിലമതിക്കുന്ന സ്വർണം പിടികൂടിയത്. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് KSRTC ബസ്സിൽ കടത്താൻ ശ്രമിച്ച 10 കോടി രൂപ വിലമതിക്കുന്ന 6 കിലോ സ്വർണ്ണക്കട്ടികളാണ് പോലീസ് പിടികൂടിയത്. ലോട്ടറി ടിക്കറ്റുകൾക്കായുള്ള പരിശോധനയ്ക്കിടെയാണ് അപ്രതീക്ഷിതമായി സ്വർണശേഖരം കണ്ടെത്തിയത്. കോയമ്പത്തൂർ ജില്ലാ അതിർത്തിയായ KG ചാവടി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വാളയാർ ചെക്ക് പോസ്റ്റിൽ വച്ചാണ് സംഭവം. തമിഴ്നാട് പോലീസിന്റെ ഹൈടെക് ചെക്ക് പോസ്റ്റിൽ വച്ചാണ് സ്വർണം പിടിച്ചെടുത്തത്. കേരളത്തിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് പോയ ട്രാൻസ്പോർട്ട് ബസ്സിൽ ലോട്ടറി ടിക്കറ്റുകൾ കടത്തുന്നുണ്ടോ എന്നറിയാൻ പോലീസ് നടത്തിയ പരിശോധനയാണ് വലിയ സ്വർണവേട്ടയിൽ കലാശിച്ചത്. ബസ്സിൽ സംശയകരമായ രീതിയിൽ വലിയ ബാഗുമായിരുന്ന യുവാവിനെ പോലീസ് ചോദ്യം ചെയ്തു. ബാഗ് തുറന്ന് പരിശോധിച്ചപ്പോൾ 6 കിലോയിലധികം ഭാരമുള്ള സ്വർണ്ണക്കട്ടികൾ കണ്ടെത്തുകയായിരുന്നു. കടത്തിന് നേതൃത്വം നൽകിയ ആലപ്പുഴ സ്വദേശിയായ നിബിനാണ് അറസ്റ്റിലായത്. എറണാകുളത്തെ ഒരു വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന നിബിൻ കടയുടമയായ റഹ്മാൻ പറഞ്ഞതനുസരിച്ചാണ് സ്വർണം കൊണ്ടുപോയതെന്ന് മൊഴി നൽകി. കോയമ്പത്തൂരിലെ ഉക്കടം സ്വദേശിയായ സുരേഷ് എന്നയാൾക്ക് കൈമാറാനായിരുന്നു പദ്ധതിയെന്നും ഇയാൾ പോലീസിനോട് സമ്മതിച്ചു. പിടിച്ചെടുത്ത 6.14 കിലോ സ്വർണം പോലീസ് ആദായ നികുതി വകുപ്പിന് കൈമാറി. KSRTC ബസ്സിൽ ഇത്രയും വലിയ തുകയുടെ സ്വർണം കടത്തിയത് അതിർത്തിയിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. കാറുകളിലും ബൈക്കുകളിലും പണവും സ്വർണവും കടത്തുന്നത് തടയാൻ പോലീസ് നിരീക്ഷണം ശക്തമാക്കിയതോടെ പരിശോധനയിൽ നിന്ന് രക്ഷപ്പെടാൻ കടത്തുകാർ ബസ്സുകളെ ആശ്രയിക്കുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ന്യൂസ് 18 പാലക്കാട്. ബംഗളൂരുവിൽ നിന്ന് മലപ്പുറത്തേക്ക് നേരിട്ട് MDMA എത്തിക്കുന്ന സംഘത്തിലെ പ്രധാനിയാണ് മൂത്തേടം സ്വദേശി ലിജു എബ്രഹാം. ലഹരി സംഘങ്ങൾക്കിടയിൽ മുരുകൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ലിജു കുറച്ചു നാളുകളായി പോലീസിന്റെയും എക്സൈസിന്റെയും നോട്ടപ്പുള്ളിയാണ്. കഴിഞ്ഞ ദിവസം ബംഗളൂരുവിലേക്ക് പോയ യുവാവിനെ പോലീസ് കൃത്യമായി നിരീക്ഷിച്ചു. അയാൾ മടങ്ങി വരുന്ന വഴി വാഹനം പരിശോധിച്ചതോടെ ലിജുവിന് പിടിവീണു. കാറിൽ നിന്ന് MDMA കണ്ടെടുത്തു. ഇയാൾ നിരവധി ലഹരി കേസുകളിൽ പ്രതിയെന്നാണ് പോലീസ് നൽകുന്ന വിവരം. കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോടെ വഴിക്കടവ് ആനമറി ചെക്ക് പോസ്റ്റിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് വിൽപ്പനയ്ക്കായി കൊണ്ടുവരികയായിരുന്ന MDMA-യുമായി യുവാവിനെ അറസ്റ്റ് ചെയ്തത്. ബംഗളൂരുവിൽ നിന്ന് വിൽപ്പനയ്ക്കായി എത്തിച്ച 40 ഗ്രാം MDMA-യുമായി മൂത്തേടം കാരപ്പുറം സ്വദേശി ലിജു എബ്രഹാമാണ് പിടിയിലായത്. ലഹരി സംഘങ്ങൾക്കിടയിൽ മുരുകൻ എന്ന അപരനാമത്തിലാണ് ലിജു അറിയപ്പെടുന്നത്. ബംഗളൂരുവിൽ നിന്ന് മലപ്പുറം ജില്ലയിലേക്ക് നേരിട്ട് MDMA എത്തിക്കുന്ന പ്രധാന കണ്ണിയാണ് ലിജുവെന്ന് പോലീസ് അറിയിച്ചു.
ഇയാൾക്കെതിരെ എക്സൈസിലും കേസുണ്ട്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ഗ്രാമിന് 3500 രൂപ നിരക്കിലാണ് പ്രതി ലിജു ലഹരിമരുന്ന് വിൽപ്പന നടത്തിയിരുന്നത്. ഇയാൾക്ക് MDMA ലഭിച്ച ഉറവിടത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. വഴിക്കടവ് SI PT സൈഫുള്ളയുടെ നേതൃത്വത്തിൽ SI B തോമസ്, സീനിയർ CPO സൂര്യകുമാർ, CPO വിനു, ഡാൻസാഫ് അംഗങ്ങൾ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് 18 തിരൂർ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അന്വേഷണ സംഘത്തിന് തിരിച്ചടി. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ S. ശ്രീകുമാറിന് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചു. പ്രഥമ ദൃഷ്ട്യാ ശ്രീകുമാറിനെതിരെ ഒരു തെളിവും SITക്ക് ഹാജരാക്കാനായില്ലെന്ന വിലയിരുത്തലോടെയാണ് ജാമ്യം അനുവദിച്ചത്. SIT ഇതുവരെ കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ മറ്റു പ്രതികൾക്ക് കൂടി ജാമ്യം ലഭിക്കാനുള്ള സാഹചര്യം തെളിയുകയാണ്. അതേസമയം വീൽ ചെയറിലെത്തിച്ച മറ്റൊരു പ്രതിയായ KP ശങ്കരദാസിന്റെ റിമാൻഡ് കാലാവധി 14 ദിവസത്തേക്ക് കൂടി നീട്ടിയിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ S. ശ്രീകുമാറിനാണ് ജാമ്യം അനുവദിച്ചത്. കൊല്ലം വിജിലൻസ് കോടതിയാണ് ഉപാധികളോടെ ജാമ്യം നൽകിയത്. അറസ്റ്റിലായി 43 ദിവസത്തിലാണ് ശ്രീകുമാറിന് ജാമ്യം ലഭിക്കുന്നത്. പ്രഥമ ദൃഷ്ട്യാൽ ശ്രീകുമാറിനെതിരെ ഒരു തെളിവും SITക്ക് ഹാജരാക്കാനായില്ല എന്നാണ് ജാമ്യ ഉത്തരവിൽ പറയുന്നത്. ദ്വാരപാലക ശില്പക്കേസിലെ 6ാം പ്രതിയാണ് S. ശ്രീകുമാർ. മുരാരി ബാബു മാറിയതിന് പിന്നാലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി നിയമിതനായ ശ്രീകുമാർ ദ്വാരപാലക ശില്പപ്പാളികൾ കടത്തുന്നതിന് ദിവസങ്ങൾക്ക് മുൻപാണ് ജോലിയിൽ പ്രവേശിച്ചത്. മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം താൻ മഹസറിൽ ഒപ്പുവെച്ചതല്ലാതെ സ്വർണ്ണപ്പാളി കടത്തലിൽ തനിക്ക് പങ്കില്ല എന്നായിരുന്നു ശ്രീകുമാറിന്റെ വാദം. പ്രതിഭാഗം വാദം മുഖവിലക്കെടുത്ത വിജിലൻസ് കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു. മഹസറിൽ ഒപ്പുവെച്ചതല്ലാതെ മറ്റു കുറ്റകൃത്യങ്ങളിൽ ശ്രീകുമാറിനെതിരെ തെളിവുകളില്ല എന്ന് കോടതി കണ്ടെത്തി. അതേസമയം കേസിലെ മറ്റൊരു പ്രതിയായ KP ശങ്കരദാസിനെ 14 ദിവസത്തേക്ക് കൂടി റിമാൻഡ് ചെയ്തു. ശാരീരിക അസ്വസ്ഥതകൾ മൂലം വീൽ ചെയറിലായിരുന്നു പ്രതിയെ കോടതിയിൽ എത്തിച്ചത്. കേസിലെ മറ്റൊരു പ്രതിയായ സുധീഷ് കുമാറിന്റെ റിമാൻഡ് കാലാവധി 90 ദിവസം പിന്നിട്ട സാഹചര്യത്തിൽ ഉടൻ ജാമ്യഹർജി സമർപ്പിക്കും. SIT ഇതുവരെ കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ സ്വാഭാവിക ജാമ്യം ലഭിക്കുമെന്നാണ് സൂചന. ന്യൂസ് 18 കൊല്ലം. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. കൊല്ലത്ത് ഉത്സവ തിരക്കിനിടയിൽ നിന്നും ഓട്ടോറിക്ഷ മാറ്റിയിടാൻ പറഞ്ഞതിലുള്ള വിരോധ നിമിത്തം 48കാരനെ ആക്രമിച്ച പ്രതി പിടിയിൽ. പോലീസിന്റെ പിടിയിലായത് പാരിപ്പള്ളി സ്വദേശി അജീഷ്. തൃശൂർ അന്തിക്കാട് പുത്തൻപള്ളിക്കാവ് കാർത്തിക വേലയ്ക്കിടെ ഒരാൾക്ക് കുത്തേറ്റ സംഭവത്തിൽ 17കാരൻ പിടിയിൽ. 20കാരൻ ആദിത്യനെ കുത്തിയത് മുൻവൈരാഗ്യം മൂലമെന്ന് പോലീസ്. വ്യാജമദ്യ വിൽപ്പന നടത്തിയ പ്രതിയെ മഫ്തിയിലെത്തി പിടികൂടി പട്ടാമ്പി എക്സൈസ് സംഘം. മുതുതല കോഴിക്കുട്ടിരിയിൽ 59കാരൻ രാമകൃഷ്ണനാണ് പിടിയിലായത്. പാലക്കാട് തൃത്താല കക്കാട്ടിരി ഫെസ്റ്റിനോടനുബന്ധിച്ച് കൂട്ടത്തല്ല്. ആനയെ അണിനിരത്തുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് ആഘോഷ കമ്മിറ്റിക്കാർ തമ്മിലാണ് ഏറ്റുമുട്ടിയത്. നമ്മളിൽ പലർക്കും പൊതുവെ തോറ്റുകൊടുക്കാൻ അല്പം ബുദ്ധിമുട്ടാണല്ലേ. സുഹൃത്തുക്കൾ തമ്മിൽ ചെറിയ സംവാദമുണ്ടായാൽ പോലും വിട്ടുകൊടുക്കാൻ ആരും തയ്യാറാകില്ല. എത്ര മോശമായി സംസാരിച്ചാണേലും പ്രിയപ്പെട്ടവരെ തോൽപ്പിക്കണം. അങ്ങനെ ചില സംവാദങ്ങൾ അതിര് കടക്കാറുണ്ട്, പലരെയും മുറിവേൽപ്പിക്കാറുണ്ട്. അനാവശ്യമായി ഇത്തരം ചർച്ചകളും തർക്കങ്ങളും മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കാം. എന്നാൽ ഒന്ന് ചിന്തിച്ചേ, ചില സാഹചര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്താൽ, പ്രിയപ്പെട്ടവർക്ക് മുന്നിൽ തോറ്റുകൊടുത്താൽ അവരുടെ മനസ്സിൽ നമുക്ക് വിജയമുണ്ടാകുന്നു. സ്നേഹബന്ധങ്ങളെ കൂടുതൽ ഊട്ടിയുറപ്പിക്കാൻ കഴിയും. ചില തോൽവികൾ നമുക്ക് വിജയം നൽകുന്നതാണെന്ന് മനസ്സിലാക്കാൻ കേട്ടോ. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.